സംസ്ഥാന സർക്കാർ 1972 നടപ്പിലാക്കിയ MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മരത്താക്കരയിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണം TCV ആണെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് ആയിരിക്കെ TCVയുടെ സംവേദനം പരിപാടിയുടെ ഭാഗമായി 2 വീട്ടമ്മമാർ വിളിച്ച് MN നഗറിലെ ഒരു ചുമരിന് ഇരുവശത്തുമായി കഴിയുന്ന കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ പറഞ്ഞതാണ് ഇരട്ട വീട് ഒറ്റ വീടാക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിന് വഴിവെച്ചതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പിന്നീട് സ്ഥലം സന്ദർശിച്ചപ്പോൾ കണ്ണു നനയിക്കുന്ന സ്ഥിതിയായിരുന്നു ഇരട്ട വീട്ടിലെ കുടുംബങ്ങളുടേത്. അന്ന് ആ കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനായെന്ന് മന്ത്രി പറഞ്ഞു. സംവേദനം എന്ന പരിപാടിയിൽ മരത്താക്കരയിൽ നിന്ന് 2 ചേച്ചിമാരെന്നെ നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഞാനന്ന് MLA ചീഫ് വിപ്പാണ്. എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് പൂർണ്ണമായി രൂപം എന്റെ മുമ്പിലില്ല. പക്ഷെ എങ്ങനെയും ഇത് പൂർത്തീകരിച്ച് പരിഹരിച്ചേ മതിയാകും എന്നെനിക്ക് തോന്നുന്നു. സംവേദനത്തിന്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കണ്ണു നനയ്ക്കുന്ന കാഴ്ചയാണ്. ഇരട്ട വീട്, നടുവിലൊറ്റ ചുമര്. ഒരു സ്വകാര്യം വേറെ ആരോടെങ്കിലും പറയാൻ പറ്റില്ല. ഇപ്പുറത്തെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ കേൾക്കും. ഒരു വീടിന് ഒറ്റ ചുമര് മാത്രം, അതിനപ്പുറത്തും ഇപ്പുറത്തും 2 വീടുകൾ. അന്നതൊരു ചെറിയ കാര്യമായിരുന്നില്ല. നാട്ടുകാർ പറയണതനുസരിച്ച് തമ്പുരാൻ സഹായിച്ചിട്ട് പറഞ്ഞ വാക്കും ഇട്ട കല്ലും ഒന്നും വെറുതെയായി പോയിട്ടില്ല. പദ്ധതി പ്രകാരം 39 വീടാണ് മരത്താക്കര MN നഗറിൽ നിർമ്മിക്കുന്നത്. ഇതിൽ 30 വീടുകൾ പൂർത്തിയായി. പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗം ഗീതാ ഗോപി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിൻസി അക്കരപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ.